ഇന്നെൻ്റെ 3rd മന്ത് സ്കാനാണേ. ഇപ്പം ഞാൻ ആക്ച്വലി 4th മന്ത്, മിഡ് ഓഫ് 4th മന്ത് ആയെങ്കിലും ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് എനിക്കിപ്പോഴാണ് ടൈം കിട്ടിയത്. ഞാനിപ്പോൾ എൻ്റെ 2nd ട്രൈമസ്റ്ററിലാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എനിക്ക് അത്രയും ദുരിതകാലമൊന്നും അല്ലായിരുന്നു. എനിക്ക് അങ്ങനെ അത്രയും ഞാൻ സിക്കൊന്നും ആയിട്ടില്ല, അത്രയും ഇല്ലായിട്ടില്ല ഞാൻ. ആകെ 1-2 തവണ മാത്രമാണ് ഞാൻ ഛർദ്ദിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് കുറച്ച് ഈ സവോള വഴറ്റുന്ന മണം, ചില മസാലാസിൻ്റെ മണം. ഞാൻ കുറേ ഒരു വെജിറ്റേറിയൻ സൈഡായിരുന്നു കേട്ടോ. എനിക്ക് ചിക്കൻ്റെയും ബീഫിൻ്റെയും ടേസ്റ്റും മണവും എനിക്കിപ്പോഴും ഇഷ്ടമല്ല. പക്ഷേ ഫിഷ് ഞാൻ എൻ്റെ ഫുഡിൽ കൂടുതലും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3rd മന്ത് സ്കാനിന് വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ട് ലിനു എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. 3rd മന്ത് സ്കാനിന് നമുക്ക് ബ്ലാഡർ ഫുള്ളായിട്ടാണല്ലോ പോകേണ്ടത്. അപ്പോൾ വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ട് ലിനു എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ UK വെച്ചിട്ടാണ് പ്രഗ്നൻ്റ് ആവുന്നതെങ്കിൽ നമ്മളുടെ നാട്ടിലെ രീതി വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇവിടുത്തെ രീതികളെ കമ്പയർ ചെയ്യരുത്. കാരണം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ GP പ്രാക്ടീഷണറിനെ വിളിച്ചിട്ട് അറിയിക്കണം ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത്, സെൽഫ് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അവർ നമ്മളോട് പറയും 3 മാസം വീട്ടിൽ സേഫ് ആയിട്ടിരുന്നോളൂ, 3 മാസം കഴിയുമ്പോഴാണ് നിങ്ങളുടെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് വരുന്നത് എന്ന്. അപ്പം 3 മാസം വരെ നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ്സും ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ലൊക്കേഷൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമുക്കൊരു ക്ലിനിക്ക് അവർ അസൈൻ ചെയ്ത് തരും. അവിടെ നമ്മുടെ ഡോക്ടേഴ്സ് ഉണ്ടാവും, പ്രാക്ടീഷണേഴ്സ് ഉണ്ടാവും, ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടാവും. അപ്പോൾ ആണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് കോൺടാക്റ്റ്. നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും നെയാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഫ്ലൂ, വാക്സിനേഷൻസ്, പിന്നെ ചെറിയ ചെറിയ വയ്യായികൾ എന്തുണ്ടെങ്കിലും നമ്മൾ നെ പോയി കാണുക. ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനൊക്കെ തന്നിട്ടും കുറയുന്നില്ല, ഫെർദർ ട്രീറ്റ്മെൻറ്റ്സ് വേണം എന്നവർക്ക് തോന്നിയാൽ മാത്രമേ അവർ നമ്മളെ ഹോസ്പിറ്റലിലോട്ട് വിടുള്ളൂ. അപ്പം ഞാൻ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ നെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്തു ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്, 3 മാസം വരെ വീട്ടിലിരുന്നോളൂ, സേഫ് ആയിട്ടിരുന്നോളൂ, 3 മാസം കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് വരുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 3 മാസം കഴിയുമ്പോൾ ഉള്ള ഫസ്റ്റ് സ്കാനാണ് കേട്ടോ. നാട്ടിലെ പോലെ എല്ലാ മാസവും നമുക്കിവിടെ അപ്പോയിൻമെൻറ്റ്സ് ഇല്ല, ഡോക്ടേഴ്സിനെ കാണില്ല, നമുക്കിവിടെ ഡോക്ടേഴ്സേ ഇല്ല. ഡെലിവറി വരെയും നമുക്ക് ഡോക്ടേഴ്സേ ഇല്ല. പിന്നെ എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ, സീരിയസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിവിടെ ഡോക്ടേഴ്സിനെ കാണുന്നത്. പിന്നെ മിഡ്വൈഫ് എന്താണെന്ന് വെച്ചാൽ ഒരു BSc അല്ലെങ്കിൽ MSc ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ നമുക്ക് ഇവിടെ മിഡ്വൈഫ് ആവാൻ പറ്റുള്ളൂ. അതിന് സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ട്. പ്രഗ്നൻസി ആൻഡ് ബർത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്തവരെയാണ് നമ്മൾ മിഡ്വൈഫ് എന്ന് പറയുന്നത്. പക്ഷേ ഹൈ റിസ്ക് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ തന്നെയാണ് കാണുന്നത്, മിഡ്വൈഫിനെ അല്ല. അങ്ങനെയുള്ള റെയർ കേസസിൽ മാത്രമാണ് ഇവിടെ ഡോക്ടേഴ്സിനെ കാണുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല, ദൈവം അനുഗ്രഹിച്ച ഒരു കോംപ്ലിക്കേഷൻസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിഡ്വൈഫിനെ തന്നെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ. പിന്നെ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഭയങ്കര കൺസേൺഡും ഭയങ്കര വെറീഡും ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ 3 മാസം വരെയും ഈ ടെസ്റ്റിങ്ങും സ്കാനും ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി. അപ്പോൾ വാവ എന്ത് ചെയ്യുന്നു, വാവ സുഖമായിരിക്കുന്നു, ഓക്കെ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 3 മാസവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, വാവ ഓക്കെ ആണോ എന്നൊക്കെ ഉള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഭ്രാന്തൊക്കെ ആയിട്ട് തോന്നും, പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ നാട്ടിലെ പോലെ അത്രയും പോസ്റ്റ് പരിപാടിയില്ല. ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെയൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. രാവിലെ പോയാൽ രാത്രിയാവും വരാനെന്ന് ഞങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. നമ്മൾ ചെല്ലുക, നമ്മുടെ യൂണിറ്റിലോട്ട് ചെല്ലുക, അപ്പോൾ നമ്മുടെ പേര് വിളിക്കും, നേരെ സ്കാനിന് കയറുക. ഞങ്ങൾ സ്കാനിന് കയറിയപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാണ് വാവയുടെ ലിവർ ഇതാണ്, ബ്രെയിൻ ഇതാണ്, കണ്ണുമൂക്ക് ഇതൊക്കെ പറഞ്ഞു തരുവാണ്. ഇതൊക്കെ ഡെവലപ്പിംഗ് സ്റ്റേജിലായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നു. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, നമുക്ക് ഭയങ്കര ഒരു റിലീഫായിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് കാണുന്നതിലുപരി, നമ്മുടെ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്നതിലുപരി നമുക്ക് ഓക്കെ വാവ ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ്, ഓക്കെ ആണ്, എല്ലാം ബ്രീതിങ് ആണ്, മൂവിങ് ആണെന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു വാക്സിനേഷനും കൂടെ ഉണ്ടായിരുന്നു സെയിം ഡേയിൽ തന്നെ. അത് വാവയ്ക്കുള്ളൊരു വാക്സിനേഷൻ ആയിരുന്നു. പിന്നെ ബ്ലഡ് ടെസ്റ്റ് നമുക്ക് ഈ ഡൗൺ സിൻഡ്രോമിൻ്റെയൊക്കെ വാവയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ഗ്രോയിങ് ആണ്, ഡെവലപ്മെൻ്റ് ഒക്കെ കറക്റ്റ് ആണെന്നൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ആയിരുന്നു. പക്ഷേ റിസൾട്ട്സ് ഒന്നും അന്ന് കിട്ടത്തില്ല, അതവർക്ക് തോന്നും പോലെ 2 ആഴ്ച കഴിഞ്ഞിട്ട് അവർ അയക്കുകയുള്ളൂ. പിന്നെ ഇവിടുത്തെ മെയിൻ കാര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് ലെറ്റർ അയക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് പറയുള്ളൂ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നോർമലാണെങ്കിൽ അവർ നമുക്കൊന്നും അയക്കില്ല. ഇപ്പം എൻ്റെ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് റിസൾട്ട്സേ അയച്ചിട്ടില്ല, ബിക്കോസ് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. സോ അതുമായിട്ട് അവർ കൺസേൺഡേ അല്ല.
എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളെ വിളിച്ച് പറയുള്ളൂ അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. ഞങ്ങൾക്കാണെങ്കിൽ ഫസ്റ്റ് സ്കാനിൻ്റെ വാവയുടെ ഒരു ചെറിയ പിക്ചറും കൂടെ തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ അനിയൻ ഇങ്ങനെ ആ ഫോട്ടോ നോക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ജനറേഷനിൽ ഞങ്ങളുടെ കസിൻസിൻ്റെ ഇടയിൽ ആദ്യത്തെ ബേബിയാണ്. അപ്പോൾ അവനിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നോക്കുവാണ്. സത്യം പറഞ്ഞാൽ ബെസ്റ്റ് പിക്ചർ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. കാരണം വാവ ഭയങ്കര ആക്റ്റീവായിട്ട് കൈയും കാലും ഒക്കെ ഇട്ട് അനക്കുമായിരുന്നു. അതുകൊണ്ട് നല്ലൊരു പിക്ചർ അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല അന്ന്. പിന്നെ അതിനുശേഷം എനിക്ക് ഫെബ്രുവരി 6 വേറൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. ഇത് എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇവിടെ നോർമലി ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ എല്ലാവർക്കും ഒരുപോലെയൊക്കെ തന്നെയാണ്. നമുക്ക് അറിയാൻ പറ്റും ഏത് അപ്പോയിൻമെൻറ്റാണ് ഏത് മാസം വരുന്നതെന്ന് അറിയാൻ പറ്റും. പക്ഷേ എനിക്ക് ഈ അപ്പോയിൻമെൻറ്റ് ഒരു എക്സ്ട്രാ ആയിരുന്നു. ബിക്കോസ് എനിക്ക് ആസ്മയുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഇൻഹേലേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് ഫോർ എ ലോങ് ടൈം എനിക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. ഞാനത് സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് കുറഞ്ഞതാണ്. പക്ഷേ പ്രഗ്നൻസി ടൈമിൽ ഇതൊക്കെ ഒരു കൺസേൺ ആയതുകൊണ്ട് എനിക്ക് ആസ്മയ്ക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു ഡോക്ടറിനെ കാണാൻ. പിന്നെ പ്രഗ്നൻസി ആയപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി അങ്ങ് വണ്ണം വെച്ചു. കുറച്ചങ്ങോട്ട് വണ്ണം വെച്ചു. എൻ്റെ നോർമൽ വെയ്റ്റിനും കുറച്ച് ഞാൻ വണ്ണം വെച്ചപ്പോഴത്തേനും ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തു പ്രൈവറ്റായിട്ട്. കാരണം NHSൽ 3 മാസത്തേക്ക് ഒരു ടെസ്റ്റും ഒന്നുമില്ലല്ലോ. സോ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനുമാണ് എനിക്ക് ചെറിയൊരളവിൽ തൈറോയ്ഡ് കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ ആ റിസൾട്ട്സ് നാട്ടിലോട്ട് അയച്ചപ്പോൾ എനിക്ക് 25 mcgയുടെ ഒരു മെഡ്സ് തന്നായിരുന്നു തൈറോയിഡിന് വേണ്ടിയിട്ട്. അത് തൈറോനോമോ അങ്ങനെ എന്തോ ഒരു മെഡ്സ് ആയിരുന്നു. പക്ഷേ ഞാനത് ഒരു 2 മന്ത്സോളം കഴിച്ചതിന് ശേഷം ഞാൻ NHSൽ അപ്പോഴത്തേനുമാണ് ഇവർ പറഞ്ഞത് ഓക്കെ അത് സ്റ്റോപ്പ് ചെയ്തോളൂ എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു കൺസൾട്ടേഷൻ ആയിരുന്നു ഇന്ന്. ഈ ഒരു 3 മന്ത്സിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഡോക്ടറിനെ കാണുന്നത്. എല്ലാവർക്കും അങ്ങനെ ഈ ഒരു ഭാഗ്യം കിട്ടുമെന്ന് അറിയത്തില്ല ഡോക്ടറിനെ കാണാനുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് അന്നും ഒരു സ്കാനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഹാർട്ട് ബീറ്റൊക്കെ കേൾപ്പിച്ച് തന്നു. മൂവ്മെൻറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഒരു സ്കാൻ ഇല്ല. എന്തോ ഭാഗ്യത്തിന് എനിക്ക് വന്നതാണ് കേട്ടോ അത് അങ്ങനെ ഒരു സ്കാന്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് വീട്ടിലൊരു ഡോപ്ലർ മേടിച്ച് വെച്ചിട്ട് അവിടെ ഹാർട്ട് ബീറ്റൊക്കെ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കണമെന്ന്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.